ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, ക്ലെയിം കിട്ടി, പക്ഷേ വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ചിലവായി കട്ടിങ് മൂലം. അപ്പോൾ അതൊന്നും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും ഒരു ആശുപത്രിയും കൂടി ടൈപ്പ് വന്നത്, ഇവർ തമ്മിൽ എല്ലാ അസുഖത്തിനും സർജറിക്കും ഓരോ പാക്കേജ് റേറ്റ് സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്ത റേറ്റിന് മേളിലോട്ട് ഇവരുടെ എക്സ്പെൻസ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ എമൗണ്ട് കട്ടിങ് ആയിട്ട് കൂടുതലും വന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹെർണിയ എന്ന് പറഞ്ഞ സർജറിക്ക് 3.5 ലാക്കാണ് നമ്മുടെ ആശുപത്രിയും ഇൻഷുറൻസ് കമ്പനിയും കൂടി അവരുടെ ടേംസിൽ കൊണ്ടുവന്നേക്കാണ്. അവർ താരിഫ് റേറ്റ് ഒരു വെച്ചേക്കണയാണ്. അണ്ട് സർജറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3,80,000 അല്ലെങ്കിൽ ഒരു 4 ലാക്ക് വരെ വന്നു കഴിഞ്ഞാൽ അതൊരു കട്ടിങ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കാണും. കാരണം ഇവർ തമ്മിൽ ഉറപ്പിച്ചേക്കുന്ന റേറ്റ് 3.5 ലാക്സ് ആണ്. അത് ഇൻക്ലൂഡിങ് കൺസ്യൂമേഴ്സും ട്രീറ്റ്മെൻറ്റ് സർജറി കോസ്റ്റ് എല്ലാം കൂടിയാണ് ഇവർ ഈ റേറ്റ് വെച്ചേക്കണത്. അതിൻ്റെ മേളിലേക്ക് എമൗണ്ട് കയറുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതുപോലെ കട്ടിങ് വന്നത്. അപ്പം ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ പറയണം കേട്ടോ. ഇപ്പം നമ്മൊരു ആവശ്യം മൂലം നമ്മൾ അഡ്മിറ്റ് ആകാൻ പോകണതാണ്. അപ്പോൾ അവിടുത്തെ PROനോ അല്ലെങ്കിൽ ആശുപത്രിയിലോ ഇൻഷുറൻസിലോ പോയിട്ട് ചോദിക്കുക, ഇങ്ങനെ ഹെർണിയ സർജറി അല്ലെങ്കിൽ ഈ ഡിസീസിന് അസുഖത്തിന് നിങ്ങളും കമ്പനിയും കൂടി ഇൻഷുറൻസ് കമ്പനിയും കൂടി തമ്മിൽ ഉറപ്പിച്ചേക്കണ ആ പാക്കേജ് റേറ്റ് എത്രയും ചോദിക്കണം. ആ റേറ്റ് ചോദിച്ചും എടുത്തിട്ട് അവരോട് പറയണം, ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പേ ചെയ്യണം എന്ന് പറയണം. നമ്മൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും ഇത് സ്ട്രോങ് ആയിട്ട് പറയണം. കാരണം ഹെൽത്ത് ഇൻഷുറൻസും ഈ ആശുപത്രിയും കൂടി ഈ ടേംസിൽ വന്നേക്കുന്നത് കസ്റ്റമറിന് വേണ്ടിയാണ്. കസ്റ്റമറുടെ നിന്ന് അധികം എമൗണ്ട് കട്ടിങ് പോകാണ്ടിരിക്കാനാണ് എല്ലാവരും ഈ താരിഫായിട്ട് റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതൊരു ആശുപത്രിയിലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവിടുത്തെ PRO അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡെസ്കിലോ ബന്ധപ്പെട്ട് ചോദിക്കുക, ഇതിൻ്റെ പാക്കേജ് റേറ്റ് എത്രയാണെന്ന്. എന്നിട്ട് ആ റേറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്കെല്ലാം ചെയ്ത് തന്നെയെന്ന് പറയണം. അതിന് മേപ്പോട്ട് വന്ന ചാർജസ് കസ്റ്റമർ കൊടുക്കില്ലെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതാണ് മിക്കവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് കുറേ കട്ടിങ് വന്നെന്ന് കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കട്ടിങ്ങൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാനത് ഇൻഷുറൻസ് ഫീൽഡിലുള്ളതുകൊണ്ടാണ് എനിക്ക് കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ മോട്ടോർ ഇൻഷുറൻസോ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.